ഖുർആൻ നമുക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്നു. വൽഫജ്ർ വലയാലിൻ നസ്ർ والشفع والوتر والليل إذا يسر هل في ذلك قسم الذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد. ശുദ്ധ ഖുർആനിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, നബിയേ അതാ പണത്തിന്റെ പളപളപ്പ് കൊണ്ട് ധിക്കാരം കാണിച്ച ആളുകളെ നമ്മൾ കൈകാര്യം ചെയ്തത് എങ്ങനെയാണെന്ന് അറിയുമോ നബിയേ? ആദ്യ ജനസമൂഹം പണം കൊണ്ട് ധിക്കാരം കാണിച്ച ആളുകളാ. അവരെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്തുവെന്ന് അറിയുമോ നബിയേ? ഉന്നതങ്ങളായ പടുകൂറ്റൻ കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയ ഇവം ഗോത്രക്കാരെ നമ്മൾ എന്ത് ചെയ്തുവെന്നറിയുമോ നബിയേ? അല്ലതീനം യുഖലഖ മിത്ലുഹാ ഫിൽ ബിലാദ്. അവരെ പോലെ ശക്തവാന്മാരും ബലവാന്മാരുമായ മറ്റൊരു സമൂഹത്തെയും നമ്മൾ ഭൂമി ലോകത്ത് പടച്ചിട്ടില്ല. താഴ്വാരങ്ങളിൽ പാറക്കെട്ടുകളെ തുറന്നിട്ട് പടുകൂറ്റൻ ബിൽഡിങ്ങുകൾ തുറന്ന ആളുകളുണ്ടല്ലോ, അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നറിയുമോ നബിയെ? പ്രതിയോഗികളായ ആളുകളെ, ശത്രുക്കളായ ആളുകളെ ആണികൾ കൊണ്ട് കൈകാര്യം ചെയ്തിരുന്ന പരോവാമാണ് നമ്മൾ എന്ത് ചെയ്തുവെന്നറിയുമോ നബിയേ? അല്ലദീന തഗൗ ഫിൽ ബിലാദ് ഫഅക്തറൂ ഫീഹൽ ഫസാദ്. അവർ വമ്പിച്ച കുഴപ്പക്കാരായിരുന്നു നബിയെ. അവരവരുടെ നാടുകളിൽ അവർ വമ്പിച്ച കുഴപ്പം കാണിച്ചവരായിരുന്നു നബിയെ. അവരങ്ങനെ എന്നെന്നും കുഴപ്പക്കാരായി, എന്നെന്നും മുതലാളിമാരായി, എന്നെന്നും ധിക്കാരികളായി നമ്മൾ അവരെ അങ്ങ് വിട്ടുകൊടുത്തില്ല നബിയെ. ഫസബ്ബ അലൈക്കും റബ്ബുക ഫസബ്ബ അലൈഹിം റബ്ബുക സൗതാദാ. അവർക്ക് മേൽ നമ്മുടെ കഠോരമായ ശിക്ഷകളെ നമ്മൾ അവതരിപ്പിച്ചു കൊടുത്തു നബിയെ. അവർക്ക് മേൽ നമ്മൾ ശിക്ഷകൾ ആരാമുകൾ പെയ്യിക്കാൻ തുടങ്ങി നബിയെ. വലിയ വലിയ വമ്പന്മാരെയും കൊമ്പന്മാരെയും പാഠം പഠിപ്പിച്ച കഥ വിശുദ്ധ ഖുർആനിലൂടെ അനലൈസ് ചെയ്യുന്ന അല്ലാഹു പിന്നീട് പറയുന്നത് കാണാം. കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം ولا تحاضون على طعام المسكين فويل للمصلين. വിശുദ്ധ ഖുർആൻ നമ്മളോട് വിളിച്ചു പറയുന്നു, കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം. നിങ്ങൾ അനാഥകളായ ആളുകളെ പരിഗണിച്ചില്ല അല്ലേ? അവർക്ക് നിങ്ങൾ അന്നം നൽകാൻ പ്രേരിപ്പിച്ചിട്ടുമില്ല അല്ലേ? وتأكلون التراث أكلا لما وتحبون المال حبا جما. പാരമ്പര്യമായി കിട്ടിയ സ്വത്തൊക്കെ എങ്ങനെ കെട്ടിപ്പിടിച്ച് മൊത്തവും കൊടുത്തിരിക്കുക. എന്തൊരു പ്രേമാ പണത്തോട്, എന്തൊരാർത്തിയ പണത്തോട്. كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى. ഖിയാമത്ത് നാളിന്റെ ഭയാനകതകളെ അവതരിപ്പിക്കുകയാണ്. ഖിയാമത്ത് നാൾ ആഗതമാകും. അന്നേരത്തോ ആ ഭയാനകമായ ഖിയാമത്ത് നാൾ ആഗതമാകുന്ന നേരത്ത് ഓർമ്മ വന്നിട്ട് എന്തു കാര്യം? യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്.
ഇനിയിപ്പോ വന്നിട്ടെന്താ, ഈ ജീവിതത്തിലേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തായിരുന്നെങ്കിൽ മതിയായിരുന്നു. എനിക്ക് അല്ലാഹു സമ്പത്ത് തന്നപ്പോൾ നല്ല രീതിയിൽ ചെലവഴിച്ചാൽ മതിയായിരുന്നു. എനിക്ക് അല്ലാഹു സമ്പത്ത് തന്നപ്പോ അല്ലാഹുവിന് അനുകൂലമായത് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പറഞ്ഞിട്ട് എന്ത് കാര്യമാ? ഈ ദിവസം എങ്ങനെയുള്ള ദിവസമാണ്? അല്ലാഹു വന്ന് കഠിനമായി ശിക്ഷിക്കും പോലെ മറ്റാരും വന്ന് ശിക്ഷിക്കില്ല. അല്ലാഹു നമ്മളെ പിടിച്ചു കെട്ടുന്നത് പോലെ, അല്ലാഹു നമ്മളെ ബന്ധിപ്പിക്കുന്നത് പോലെ മറ്റാരും വന്ന് ബന്ധിപ്പിക്കൂല. ഇവിടെ നമ്മൾക്ക് പണമുണ്ട്, കോടതിയിലെത്തിയാൽ പണമെറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി നല്ല സ്കിൽഫുള്ളായ വക്കീലന്മാര് വാദിക്കുകയും നമുക്ക് ജഡ്ജി അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ നമുക്ക് DGP-മാരും IG-മാരും SI-മാരും മിലിറ്ററിയും പ്രൈം മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും MLA-മാരും MP-മാരും റിക്വസ്റ്റ് നടത്താറുണ്ട്, നമ്മളെ രക്ഷപ്പെടുത്താറുണ്ട്, നമുക്ക് വേണ്ടി അഡ്വൈസ് ചെയ്യാറുണ്ട്, നമുക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്യാൻ ഇവിടെ നാട്ടിൽ പ്രമാണിമാരുണ്ട്. ആഖിറത്തിൽ ഒരു പ്രമാണിക്കും ആരുമില്ല. അല്ലാഹു ചോദിക്കുന്നു, ആർക്കാടാ ഇന്നേ ദിവസം ഇവിടെ അധികാരമുള്ളത്? ഞാനാണ് ഇവിടുത്തെ അധികാരി. ഇവിടെ പ്രൈം മിനിസ്റ്റർ ഇല്ല, ചീഫ് മിനിസ്റ്റർ ഇല്ല, മിലിറ്ററി ഇല്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല, ജഡ്ജി ഇല്ല, ജഡ്ജിമെന്റ് ഇല്ല, ജഡ്ജിഫിക്കേഷൻ ഇല്ല, ഒന്നുമില്ല. ഇന്നെന്റെ ദിവസമാണ്. യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്നത തുർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. നല്ല ആത്മാവുകളോട് അല്ലാഹു മംഗളം പറയുകയാണ്. സമ്പത്ത് അല്ലാഹു നൽകിയിട്ട് ആ സമ്പത്ത് നല്ല രീതിയിൽ ചെലവഴിച്ച ആളുകളുണ്ടല്ലോ, ആരുമാരും കാണാതെ വിഷമിക്കുന്നവന്റെ അടുത്ത് രഹസ്യമായി എത്തിയിട്ട്, സഹോദരാ, നിന്റെ വിഷമങ്ങൾ മാറട്ടെ, ഇത് നീ സ്വീകരിക്ക്, ഞാനിത് തന്നെന്ന് നീ ആരോടും പറയരുത്, അല്ലാഹുവിലേക്ക് വേണ്ടി എനിക്ക് വേണ്ടി നീ ദുആരക്ക് എന്ന രീതിയിൽ വളരെ രഹസ്യമായി എത്രയോ പാവങ്ങളെ സഹായിക്കുന്ന നല്ല നല്ല മുതലാളിമാരില്ലേ. പള്ളിക്ക് വേണ്ടി 10 ലക്ഷം കൊടുത്തു, പള്ളിക്ക് വേണ്ടി 50 ലക്ഷം കൊടുത്തു. ഈ 50 ലക്ഷവും 60 ലക്ഷവും കൊടുക്കുമ്പോഴത്തേക്കും ഇവന്റെ മനസ്സിലെന്താ? ഞാൻ മുതലാളിയാണെങ്കിലും ആളുകൾ എന്നെ പറ്റി ഔദാര്യമാണെന്ന് പറയട്ടെ, പള്ളിക്ക് വേണ്ടി 50 ലക്ഷമാണ് ഞാൻ കൊടുത്തത്, 60 ലക്ഷമാ ഞാൻ കൊടുത്തത് എന്ന് ചിന്തിച്ചിട്ട് ബാക്കിയുള്ള മുതലാളിമാരായ ആളുകൾ എന്നെ പറ്റി ജവാദിയത്തുള്ള നല്ല ഔദാര്യം ചെയ്യുന്ന മുതലാളിയാന്ന് പറയട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ് ഇവൻ 50 കൊടുത്തതെങ്കിലും, 1000 കൊടുത്തതെങ്കിലും, 50 ലക്ഷം കൊടുത്തതെങ്കിലും അല്ലാഹുവിന്റെ അടുക്കൽ അതൊന്നും സ്വീകാര്യതയുള്ളതല്ല. അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അല്ലാഹുവിന്റെ അടുക്കൽ 50 പൈസ നിങ്ങൾ കൊടുത്താലും, പടച്ചവനെ ഇത് നിന്റെ ഇവയ്ക്ക് വേണ്ടിയാണ്, നിന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ്, നിന്റെ വധു ലക്ഷ്യം വെച്ചിട്ടാണ്. അങ്ങനെ ഒരു മൈൻഡ്, അങ്ങനെ ഒരു നീയത്ത്, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ കൽവിലില്ലെങ്കിൽ നമുക്ക് പരാജയമാണ് മുഅ്മിനീങ്ങളെ. അങ്ങനെ നല്ലവരായ ആളുകൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നത് സ്വർഗ്ഗമാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്നത തുർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹു നിങ്ങളിൽ സംതൃപ്തനാണ്, നിങ്ങൾ സ്വർഗീയ രാമങ്ങളിൽ പ്രവേശിച്ചു കൊള്ളുവീൻ. പക്ഷേ അല്ലാഹുവിനെ ധിക്കരിച്ച് പടുകൂട്ടൻ കൊട്ടാരങ്ങൾ പണിത്, അല്ലാഹുവിനെ ധിക്കരിച്ച് കല്യാണ മാമാങ്കങ്ങൾ നടത്തി, അല്ലാഹുവിനെ ധിക്കരിച്ച് ഹബീബായ മുത്തുനബിയെ വെല്ലുവിളിച്ചുകൊണ്ട് അഹങ്കാരങ്ങൾ പണത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്നത് കാനോ ഇഖ്വാന ശയാത്തീൻ. അവർ പിശാചിന്റെ അനുയായികളാണ്, അവർ പിശാചിന്റെ അനുയായികളാണ്. ആ പിശാചിന്റെ അനുയായികൾ കൊണ്ടോ രക്ഷ? യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ
جهنم فتقلى بها جباههم وجنوبهم وظهورهم هذا ما كنزتم إلا لأنفسكم فذوقوا ما كنتم تكنزون. നരകത്തിൽ ചുട്ടുപടിപ്പിക്കപ്പെട്ട ദണ്ഡുകൾ കൊണ്ട് അവരെ നാലാകമാർ, അവരുടെ നെറ്റികൾ, അവരുടെ പാർശ്വഭാഗങ്ങൾ എല്ലാം ചൂട് വെച്ച് പൊള്ളിക്കുന്നതാണ്, മുതുകിൽ ചൂട് വെച്ച് പൊള്ളിക്കുന്നതാണ്. അന്നേ ദിവസം വിളിച്ചു പറയപ്പെടുന്നതാണ്, നിങ്ങൾ സമ്പാദിച്ചു വെച്ച സമ്പത്തിന്റെ പ്രതിഫലമിതാ, അതിന്റെ മാധുര്യം എങ്ങനെയുണ്ട്, കൊള്ളാമോ, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവീനെന്ന് അല്ലാഹുവിന്റെ മാലാഖമാര് വിളിച്ചു പറയുന്ന സുദിനമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹു പറഞ്ഞ നിലയിൽ നമ്മൾ അനുസരിച്ചു